ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ എത്തിക്സിൻ്റെ ഡേ 4 ആണ് ഇന്ന്. ഡേ 4 നമ്മൾ മോർണിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ എത്തിക്സിൻ്റെ റോൾ ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ ഹ്യൂമൻ ലൈഫ്, അതുപോലെ തന്നെ ഡയമെൻഷൻസ് ഓഫ് എത്തിക്സ്, അങ്ങനെയുള്ള ആ ഒരു എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസിൻ്റെ ലാസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ആൻ എറ ഓഫ് ഇൻക്രീസിങ് പോളറൈസേഷൻ ഡിസ്കസ് ദ റോൾ ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ പ്രിസർവിങ് സോഷ്യൽ ഹാർമണി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അപ്പോൾ ഭയങ്കര അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓൾറെഡി ഇവർ കോണ്ടെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസിങ് പോളറൈസേഷൻ നടക്കുന്ന പീരീഡിലാണ് നമ്മുടെ എത്തിക്കൽ വാല്യൂസിൻ്റെ റോൾ എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സോഷ്യൽ ഹാർമണി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ഇൻട്രോ ഒരു കോണ്ടെക്സ്റ്റൽ ബേസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ആ ഒരു പോളറൈസേഷൻ്റെ ആസ്പെക്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രോയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ അഡ്രസ്ഡ് ആവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ക്വസ്റ്റ്യന് 2 പാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് റോൾ ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ പ്രിസർവിങ് സോഷ്യൽ ഹാർമണിയും, അതുപോലെ തന്നെ റോൾ ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ പ്രൊമോട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും സിമിലർ പോയിന്റുകളാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പോയിന്റ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു പാർട്ടായിട്ട് എഴുതുക. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റീൻ്റെ പോയിന്റ്സ് എഴുതുന്ന സമയത്ത് അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റീസിൻ്റെ കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് കൺക്ലൂഷനിൽ എങ്ങനെ ഈ എത്തിക്കൽ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഇനീഷ്യലി നമ്മൾ ഇൻട്രോ എഴുതുന്ന സമയത്ത് ഇപ്പം നമുക്ക് വളരെ വൈഡായിട്ട് പോളറൈസേഷൻസിൻ്റെ പലതരം മാനിഫെസ്റ്റേഷൻസ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വേൾഡിൽ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് പല മാനിഫെസ്റ്റേഷൻസ് അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നത്, നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പ് പീരീഡാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ ഇപ്പോൾ US വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ പല ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഉസ്ബെക്കിസ്ഥാൻ്റെ ടീമിനെ അവർ സെക്യൂരിറ്റി ചെക്സ് ഭയങ്കര മോശമായിട്ടാണ് നടത്തുന്നുണ്ടായിരുന്നത്. അതായത് ബോംബ് സ്ക്വാഡിനെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് അവർ ഉസ്ബെക്കിസ്ഥാൻ ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ സ്ക്രൂട്ടിനി നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാഷണാലിറ്റി, അതുപോലെ തന്നെ അവരുടെ റിലീജിയൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബയസായിരുന്നു എന്നാണ് ഒരു അലിഗേഷൻ ഉള്ളത്. അപ്പം അതുപോലെ തന്നെ സൊമാലിയൻ റഫറി, ഒരു ഫേമസ് ആയിട്ടുള്ള സൊമാലിയൻ റഫറീനെ ഇങ്ങോട്ടേക്ക് അതായത് US വിസ ഡിനൈ ചെയ്തു. പക്ഷെ വിസ ഡിനൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഫിഫ എന്ത് ചെയ്തു, ഫിഫ ഈ റഫറീനെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസിങ് ലെവൽ ഓഫ് പോളറൈസേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ഇപ്പോഴും വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആളുകളെ യൂണിഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഗെയിമായ ഫുട്ബോൾ പോലെയുള്ള ഫുട്ബോൾ വേൾഡ് കപ്പിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുന്ന പോളറൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഇൻക്രീസിങ് കൗ വിജിലാൻറ്റിസം ഒക്കെ പോലെയുള്ള പ്രാക്ടീസസ്, അതുപോലെ തന്നെ മോബ് ലിഞ്ചിങ് ബേസ്ഡ് ഓൺ റിലീജിയൻ ഒക്കെ പോലെയുള്ള പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രോ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻട്രോ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ പോളറൈസേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് എത്തിക്കൽ വാല്യൂസ്, അപ്പം എന്ത് ചെയ്യുക, അതിനൊരു കണക്റ്റിംഗ് സെൻറ്റൻസും കൂടി കൊടുക്കുക. ഇൻ സച്ച് ടൈംസ് എത്തിക്കൽ വാല്യൂസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ബിക്കംസ് എസെൻഷ്യൽ ഫോർ പ്രിസർവിങ് സോഷ്യൽ ഹാർമണി എന്നുള്ള രീതിയിൽ ഇതിനൊരു കണക്റ്റിംഗ് സെൻറ്റൻസ് കൂടി കൊടുക്കുക. സോ ദാറ്റ് നമുക്ക് എന്തുണ്ടാവും, ആൻസറിനൊരു ഫ്ലോ ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റോൾ ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ അപ്ഹോൾഡിംഗ് സോഷ്യൽ ഹാർമണി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇൻ എ പോളറൈസ്ഡ് വേൾഡ് എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതേപോലെ തന്നെ അത് കൊടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം പോയിന്റുകൾ ഇവിടെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പോയിന്റിന് ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുക. വിത്ത് ആൻ എക്സാമ്പിൾ എന്ത് ചെയ്യുക, ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഇനീഷ്യലി തന്നെ എന്ത് എത്തിക്കൽ വാല്യൂ ആണ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യുക. ആ എത്തിക്കൽ വാല്യൂ എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അതിൻ്റെ ഒപ്പം അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു ഈ പറയുന്ന പോളറൈസ്ഡ് വേൾഡ് ആണ്, അല്ലെങ്കിൽ പോളറൈസ്ഡ് വേൾഡിൽ എത്തിക്കൽ വാല്യൂ എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിളും കൂടി കൊടുക്കുക. ഇവിടെയുള്ള പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട്
എമ്പതി നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണ്. എമ്പതി ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പെർസ്പെക്ടീവ്സ് ആൻഡ് സഫറിങ്സ് ഓഫ് അതേഴ്സ്. നമുക്ക് ബാക്കിയുള്ളവരുടെ പെർസ്പെക്ടീവ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് പറ്റും, നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും, അവരുടെ സർക്കംസ്റ്റാൻസസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കൂടുതലായിട്ട് ഡിഫറൻസസ് മറന്ന് പകരം അവരെ കൂടി എന്ത് ചെയ്യാൻ നോക്കും, നമ്മളെ കൂടുതൽ എംബ്രേസ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ആ സോഷ്യൽ ഡിവൈഡ്സ് അവിടെ ബ്ലറായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ അതിന് അങ്ങനെ മീനിങ് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. സോഷ്യൽ ഡിവൈഡ്സ് ബ്രിഡ്ജ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, സ്റ്റീരിയോ ടൈപ്സ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇന്ന ഒരാളുടെ റിലീജിയൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന റിലീജിയൻ അല്ലെങ്കിൽ ഇന്ന ജെൻഡർ അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് ഇന്ന കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഡിഫറൻസസ് എന്ത് ചെയ്യും, അവിടെ ബ്ലറായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി കിച്ചണിലും അതുപോലെ തന്നെ വോളണ്ടിയറിങ്ങിലൊക്കെ നമ്മൾ റിലീജിയനോ കാസ്റ്റോ ജെൻഡറോ ഒന്നും നോക്കാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ കാസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് ആളുകളെ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് എംപതി. അപ്പോൾ എംപതി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ടോളറൻസ് എൻഷ്യൂർസ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. നമ്മൾ ടോളറൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരുടെ ബിലീഫ്സും അതുപോലെ തന്നെ അവരുടെ കൾച്ചറും അവരുടെ റിലീജിയനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരിക്കലും ആ ഒരു ഈ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവില്ല. അപ്പോൾ ടോളറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വി അക്നോളജ് ദ ഡിഫറൻസ് ഇൻ ബിലീഫ്സ് കൾച്ചേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വിത്തൗട്ട് ഹോസ്റ്റിലിറ്റി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ നമ്മൾ പോവും, നമ്മൾ നമ്മുടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതാക്കും, നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് ബിക്കോസ് വി ഹാവ് ടോളറൻസ്, റിലീജിയസ് ടോളറൻസ് എന്നുള്ളൊരു ക്വാളിറ്റീൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള കൾച്ചറുകളോടുള്ള നമ്മുടെ സോളിഡാരിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കാണാൻ വേണ്ടി പറ്റും. ദിസ് ഇസ് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ഹാർമണി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടോളറൻസ് എന്ന് പറയുന്ന ഒരു എത്തിക്കൽ വാല്യൂ വേണം. അപ്പം ഇവിടെ എക്സാമ്പിൾ ആണെങ്കിലും ഈദ്, ദീപാവലി, ക്രിസ്മസ് ഒക്കെ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി കൗണ്ടേഴ്സ് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഹെയ്റ്റ് സ്പീച്ച്. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എലക്ഷൻ പീരീഡിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിലൊക്കെ പലതരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ച് അഗെയിൻസ്റ്റ് സം കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ റിലീജിയൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ വിമണിനെതിരായിട്ട് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷനൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ആളോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഷെയർ ചെയ്യുന്നവർ, ഇത് പിന്നീട് സൊസൈറ്റിയിലേക്ക് ഇത് പിന്നെയും പറഞ്ഞു നടക്കുന്നവർ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സോഷ്യൽ ഹാർമണിക്കോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കൊക്കെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എന്തിനെങ്കിലും പറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഫാക്ട് ചെക്ക് ചെയ്യും അല്ലേ. ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഇത് ട്രൂ ആണോ അല്ലെങ്കിൽ ഇത് റേഷണൽ ആണോ ഇത് ലോജിക്കൽ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പിന്നീട് പുറത്ത് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് പറയാനോ ഒക്കെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വേണ്ട, അതായത് സോഷ്യൽ ഹാർമണി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. ഇപ്പം ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് ചെക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് ഡ്യൂറിങ് ഇലക്ഷൻസിൻ്റെ സമയത്ത് പല ന്യൂസും വരാറുണ്ട്. ഇന്ന റിലീജിയനിലുള്ളവരെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലുള്ളവരെ പറ്റിയൊക്കെ ആയിട്ട് പല ഫേക്ക് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഫാക്ട് ചെക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് എന്ത് ചെയ്യും, ഇത് ചെക്ക് ചെയ്ത് ഇത് കറക്റ്റ് ആണോ, ഇത് ഇന്നത്തെ ന്യൂസാണോ അല്ലെങ്കിൽ ഇത് പണ്ടെപ്പോഴെങ്കിലും ഉണ്ടായിരുന്ന ന്യൂസാണോ, ഇവർ പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഇൻഫോം ചെയ്യും. സോ ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തായിട്ട് വരുന്ന ഇൻക്ലൂസീവ്നെസ് ആണ്. ഇൻക്ലൂസീവ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെമോക്രാറ്റിക് കൾച്ചറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഡൈവേഴ്സ് സ്ഫിയറിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും, ഡെമോക്രസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ പല സ്ഥലത്തും നമ്മൾ കാണാം, സർപഞ്ച് പതി പോലെയുള്ള പ്രാക്ടീസസ് ഒക്കെ പലയിടത്തും ഉണ്ട്. അതുപോലെ ഇപ്പം വിമൺ ആണ്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നോർത്ത് ഇന്ത്യയിൽ എവിടെയോ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു, ഒരു ദളിത് വിമൺ പഞ്ചായത്ത് പ്രസിഡന്റിനെ കസേരയിൽ ഇരിക്കാൻ അനുവദിച്ചില്ല. അവരെന്ത് ചെയ്തു, നിലത്തിരിക്കാനാണ് പറഞ്ഞത്.
അപ്പം ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഗവേണൻസിൽ വിമൺ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ദളിത്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷനാണ് കാണാൻ പറ്റുക. പക്ഷേ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു എത്തിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡെമോക്രാറ്റിക് കൾച്ചർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുവരാം. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ത്, പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി, അതുപോലെ തന്നെ ഇക്വാലിറ്റി എന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള കമ്പോണൻസ്. അപ്പോൾ ഈ കമ്പോണൻസിനെയും കൂടി അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂസീവ്നെസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് ഫ്രട്ടേണിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഫ്രട്ടേണിറ്റി ആൻഡ് ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൊളിഡാരിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫീലിംഗ്, നമ്മളെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും സെയിം ആണ് എന്നുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഷെയർഡ് ഐഡന്റിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഫ്രട്ടേണിറ്റി ആൻഡ് ബ്രദർഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിൽ എസ്പെഷ്യലി പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയലാണ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ അപ്ഹോൾഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അപ്പോൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ന് നമ്മൾ അപ്ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഹാർമണിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്താണ്. ഇപ്പോൾ COVID-19 ഡിസാസ്റ്റർ വന്ന സമയത്ത് അല്ലെങ്കിൽ 2018 കേരള ഫ്ലഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ഷെയർഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഷെയർഡ് ഐഡന്റിറ്റി ഫീലിംഗ് നമ്മൾ കണ്ടതാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, അവർക്കൊരു ഡയറക്റ്റ് ത്രെറ്റ് അല്ലാഞ്ഞിട്ട് കൂടി അവരെന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഫ്ലഡിൽ പെട്ട ആളുകളെ സഹായിക്കാനും അവരെ റെസ്ക്യൂ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിന്ന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ഈ പറയുന്ന ഷെയർഡ് അല്ലെങ്കിൽ നമ്മളിൽ ഒരാളാണ് ആപത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾക്കാണ് അപകടം സംഭവിക്കുന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് ദാറ്റ് ഈസ് ഫ്രട്ടേണിറ്റി ആൻഡ് ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അടുത്തതായിട്ട് എത്തിക്കൽ വാല്യൂസ് ഓഫ് ഫെയർനെസ് ആൻഡ് ഇക്വാളിറ്റി. ഫെയർനെസ് ആൻഡ് ഇക്വാളിറ്റി ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിരിക്കുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എസ്പെഷ്യലി വരുന്നതാണ് 14, 15, 16 ഒക്കെ പോലെയുള്ള ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് എഗെയിൻസ്റ്റ് ബേസ്ഡ് ഓൺ ജെൻഡർ, സെക്സ്, കാസ്റ്റ് ഇതിനെ ബേസ് ചെയ്ത് ഇത് പാടില്ല. അപ്പം അതിനെ എൻഷുർ ചെയ്യുന്നതാണ് ഫെയർനെസ്, ഇക്വാളിറ്റി പോലെയുള്ള ക്വാളിറ്റികളൊക്കെ. അതുപോലെ തന്നെ പ്ലൂറലിസം ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ലിബർട്ടി, അതായത് നമുക്ക് നമ്മുടെ കൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ, നമ്മുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ ഒക്കെയുള്ള ലിബർട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ദാറ്റ് അപ്ഹോൾഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അപ്പം ഇന്ത്യയുടെ സെക്യുലർ ഫ്രെയിംവർക്കിൽ ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 25 നമുക്ക് ഈ പറയുന്ന റിലീജിയസ് ഫ്രീഡം അപ്ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലൂറലിസം ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന എത്തിക്കൽ വാല്യൂ ആണ് ബേസിക്കലി അവിടെ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എക്സാമ്പിളായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അടുത്തായിട്ട് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ എൻഷുർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ എൻഷുർ ചെയ്തിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ 17 എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മാനുവൽ സ്കാവഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ലോ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസ്, റൈറ്റ് ടു ലൈഫ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എത്തിക്കൽ വാല്യൂ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ നിങ്ങൾ ഈ പറയുന്ന റോള് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് എത്തിക്കലി എങ്ങനെയാണ് ഈ ഒരു എത്തിക്സിൻ്റെ റോൾ എന്താണ് ഫോർ ദിസ് ഹാർമോണി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇക്വാളിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എത്തിക്സിൻ്റെ വാല്യൂ എന്താണ്, ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധിൻ്റെ ഒരു കോട്ട് വെച്ചിട്ടാണ്. ദ ഗോൾഡൻ വേ ഈസ് ടു ബി ഫ്രണ്ട്സ് വിത്ത് ദ വേൾഡ് ആൻഡ് ടു റിഗാർഡ് ദ ഹോൾ ഹ്യൂമൻ ഫാമിലി ആസ് വൺ. അതായത് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇന്ന നാഷണാലിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ന റീജിയനിലുള്ള ആളുകൾ ഒന്നാണ് എന്നതിന് പകരം ഹോൾ വേൾഡ് അതായത് എല്ലാ ഹ്യൂമൻസിനെയും, എല്ലാ മനുഷ്യരെയും നമ്മുടെ സഹോദരങ്ങളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടും കാണുക എന്നുള്ളതാണ്. ഹ്യൂമൻ റേസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയോട് പറയുന്നത്. സോ എത്തിക്കൽ വാല്യൂസ് ഹെൽപ്സ് ടു സീ ദ വേൾഡ് ആസ് വൺ അല്ലെങ്കിൽ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന എത്തിക്കൽ വാല്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഷനായിട്ട് കൊടുക്കാൻ പറ്റും. സോ എത്തിക്കൽ വാല്യൂസ് ഇതേപോലെ അപ്ഹോൾഡ് ചെയ്യുന്നതിലൂടെ ഒരു ഇൻക്രീസിംഗ്ലി പോളറൈസ്ഡ് വേൾഡിൽ നിന്ന് നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വേൾഡിലേക്ക് മൊത്തത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ്
ഇന്നത്തെ ആൻസേഴ്സ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പല എക്സാമ്പിൾസും അല്ലെങ്കിൽ പല പോയിന്റുകളും ഇന്നത്തെ ആൻസേഴ്സിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവഞ്ച്വലി നിങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ ആൻസേഴ്സ് എഴുതുമ്പോഴാണെങ്കിലും ഇത് പല പല ഡൈവേഴ്സ് എക്സാമ്പിൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തലേ ദിവസം അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ള മുന്നത്തെ കീയിൽ കണ്ടത് അല്ലെങ്കിൽ മുന്നേ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുമ്പോൾ കണ്ട പോയിന്റുകളും എക്സാമ്പിൾസും ഒക്കെ ഇനിയുള്ള ആൻസേഴ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് ഉപയോഗിക്കാൻ കൂടി നോക്കുക കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ആൻസേഴ്സ് എഴുതുന്നുണ്ട്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ഡെയിലി ആൻസേഴ്സ് എഴുതി ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ 30 ഡേയ്സിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് കാണാൻ വേണ്ടി പറ്റും. അപ്പം ദാറ്റ്സ് അബൌട്ട് ടുഡേ. താങ്ക് യു.